ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നോ പ്ലാൻ ബി. അപ്പൊ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ഡേ ആണ്, മലേഷ്യയിലെ മൂന്നാമത്തെ ഡേ. അപ്പോ ഇന്നത്തെ പ്ലാൻ എന്തൊക്കെയാണ്? ഇന്ന് ഞങ്ങള് ജെൻഡിങ്ടൺ ഹൈലൻഡ് പോവാണ്. അപ്പോ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഇന്ന് കാണുന്നത്. പിന്നെ ഇന്ന് മോർണിംഗ് കുറച്ച് എണീക്കാൻ വഴുകി. ഇന്നലെ നൈറ്റ് അധികം ലേറ്റ് ആയി എത്താന്. നീ എന്താ ആലോചിക്കുന്നത്? ഇന്നലെ കുറച്ച് ടാസ്ക് എടുത്തു. ട്രെയിന് ഞങ്ങൾ പ്രതീക്ഷിച്ച ടൈമിൽ റിട്ടേൺ ട്രെയിന് കിട്ടിയില്ല. അപ്പോ അവിടെ ഒരു ഹവറിന്റെ മേലെ 1.5 മണിക്കൂർ അങ്ങനെ അവിടെ ലേറ്റ് ആയി. പിന്നെ അങ്ങനെ റൂമിലെത്തി 1 മണിയായി. പിന്നെ ഭക്ഷണം ഇന്നലെ ഞങ്ങൾ ആകെ തെരഞ്ഞു നടന്നു. ഇവിടെ 10 മണി, രാത്രി 10 മണിയാകുമ്പോതിന് മാള് എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടും കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ രാത്രി പോയ സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടും. അവിടെ ഫുൾ ഓൺ ആണ്. പക്ഷേ മോളിലൊക്കെ 10 മണിയാണ് ക്ലോസ്. മണ്ടായിട്ട് ഞങ്ങൾക്ക് അറിയില്ല കാര്യം നാളെ ഇന്ന് എങ്ങനെയാന്നുള്ളത്. ഒരുവിധം എല്ലാ സ്ഥലത്തും 10 മണി ക്ലോസ്. പിന്നെ ഇന്നലെ മെട്രോന്റെ ടൈം പറഞ്ഞത് 11:00 ക്ലോസ് ചെയ്യുന്നു പറഞ്ഞു. 11:30. അപ്പോ ഞങ്ങള് വേറെ എങ്ങോട്ടും മെട്രോ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ കഴിയില്ല. അപ്പൊ ഞങ്ങൾ നേരെ റൂമിന്റെ അങ്ങോട്ട് വന്നു. പിന്നെ ടാക്സി ഉണ്ട്, പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ട് പിന്നെ അത്രയും ക്ഷീണിച്ചതുകൊണ്ട് ഞങ്ങള് പിന്നെ ബുക്കിംഗ് ബിന്ദാങ്ക് പോയില്ല. അവിടെ ആകുമ്പോ എന്താ വെച്ചാൽ അവിടെ ഫുൾ ഓൺ ആണ്. പിന്നെ നമ്മള് എന്താ പറയാ ചൈനീസ് ഫുഡാണ് കഴിച്ചത്. ഞാൻ പാളിന്ന് കരുതി, പക്ഷെ കുഴപ്പമുണ്ടായില്ല. കാരണം ചൈനീസ് ഫുഡ് ആകുമ്പോ നമുക്ക് അവരുടെ ലെറ്ററിൽ അവർ എഴുതിയിരിക്കുന്നത് ചൈനീസ് ഭാഷയാണോ തായ് ഭാഷയാണോ നമുക്ക് ഭക്ഷണ രീതിയാണ്. പക്ഷെ ഞങ്ങള് ഫോട്ടോ കണ്ടങ്ങനെ പറഞ്ഞ് ഫോട്ടോ കണ്ടപ്പോ ചിക്കൻ കണ്ടപ്പോ ഇത് ഞങ്ങൾ നൂഡിൽസ് ചിക്കന് അങ്ങനത്തെ എന്തൊക്കെ ട്രൈ ചെയ്തു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, അടിപൊളി. നമ്മള് വേറെ നാട്ടിൽ വരുമ്പോ അവിടുത്തെ ഫുഡുകളും വേറെ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാണല്ലോ നമ്മളുടെ ലക്ഷ്യം. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? നമ്മളിന്ന് പോണത് ജെൻഡിങ്ടണിലാണ്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും. അവിടെ ഒരു അടിപൊളി ഏരിയ ആണ്. അതായത് ഇവിടെ ഉള്ള തന്നെയാണ് മോള് കാര്യങ്ങൾ. അതായത് ഫുള്ള് എന്താ പറയാ ശരി. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അതിനെന്താ പറയാ മോനു, പാർക്കുകൾ. അതായത് വാട്ടർ ആക്ടിവിറ്റീസ് ഇല്ല ഉണ്ടോന്ന് എനിക്കറിയില്ല. നീ പുറത്ത് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ വാട്ടർ തീം പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോകാതെ ഇരുന്നത് ഞങ്ങക്ക് ബാലി പോകാനുണ്ട്. അപ്പോ ഞങ്ങക്ക് ബാലി പോകാനുള്ളത് കൊണ്ട് തന്നെ അഥവാ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇനി വരാനുള്ള ടൈം ഉണ്ട്, ചാൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങള് ഈ ഒരു 4 days ജസ്റ്റ് ചെറിയ റിലാക്സ് ആയിട്ട് പോകുന്നുള്ള മൈൻഡ് മാത്രമാണ്. ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി ജെൻഡിങ്ടണിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 1 hour യാത്ര ഉണ്ട് അല്ലേ? അങ്ങനെ എന്തായാലും 1 hour എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, എക്സ്പെക്ട് ചെയ്താൽ മതി. അങ്ങനെ 1 hour യാത്രയിലെ യാത്രാ വിശേഷങ്ങൾ നമുക്ക് കാണാം. പിന്നെ നമുക്ക് കേബിൾ കാറിന്റെ പറഞ്ഞപ്പോഴാണ് ആദ്യമൊക്കെ കോംബോ ടിക്കറ്റ് കിട്ടിയിരുന്നു. നമുക്ക് ഇവിടുന്ന് ബസ് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ കേബിൾ കാറിന്റെ ടിക്കറ്റ് കൂട്ടത്തിൽ എടുക്കാമായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പോ ബസ് ടിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടെ എത്തിയിട്ട് കേബിൾ കാറിന്റെ ടിക്കറ്റ് എടുക്കണം. പിന്നെ കേബിൾ കാർ വിശേഷങ്ങൾ കാണാം. പിന്നെ തിരിച്ച് ഇങ്ങോട്ടുള്ളതാണ് നമുക്കുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ അവിടെ രാത്രി 10:30 വരെ ബസ് ഉണ്ട് നല്ല വന്നത്. 10:30 വരെ ബസ് ഉണ്ട്. 10:30 ബസ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു 11:30 എത്തും. 11:30 എത്തും. 11:30 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കെയർ സെന്റർ അല്ലേ ഇത്, കെയർ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് എങ്ങോട്ടും മെട്രോ കിട്ടും. 12:30 വരെയാണ് മെട്രോ ഉള്ളത്. പക്ഷേ നമ്മൾ 11:30 കൊടുത്തില്ല. 11:30 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് നമുക്ക് അങ്ങനെ വീട്ടിലേക്ക് കിട്ടും. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിശേഷങ്ങളും യാത്ര കാര്യങ്ങളും റൂട്ട് കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
ഗായ്സ് ഞങ്ങള് ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇനി സ്കൈ വേക്കുള്ള ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എന്താണ് I speak in English, you know something? yes. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ഇവിടേക്ക് വരുന്നുണ്ട് നമുക്ക്. ഇവിടെ എന്തൊക്കെയുണ്ട് പക്ഷെ നമുക്ക് കുറച്ചേരം ഇടുന്നിട്ട് പോരാ. ഇവിടെ ചോക്ലേറ്റുകൾ 2 ഷോപ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരണം എന്നൊക്കെ. മോന് 2 മുട്ടായി പ്രതീക്ഷിക്കും. സമയമല്ല. അപ്പൊ അങ്ങനെ ടിക്കറ്റ് ഞാൻ ടാപ്പ് ചെയ്ത് ടിക്കറ്റ് എടുത്തു. $18 ആണ് ഒരു റിങ്കറ്റ് ആണ് ഒരു സൈഡിലേക്ക് വരുന്നത്. അങ്ങനെ അത് അപ്പ് ആൻഡ് ഡൗൺ ടു സൈഡ്. തെറ്റ് എന്റെ അടുത്താണ്, എന്നോട് ക്ഷമിക്കണം. 40 അല്ല, അതായത് 10 റിങ്കറ്റ് ആണ് 1 സൈഡിക്ക്. അത് ടോട്ടൽ റിട്ടേണും പാടെ എടുക്കുകയാണെങ്കിൽ അത് 18 റിങ്കറ്റിന് കിട്ടും. അങ്ങനെ റിട്ടേൺ ടിക്കറ്റും ഞാൻ എടുത്തു. അതിൽ റിട്ടേൺ ടിക്കറ്റും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈമിൽ നമുക്ക് റിട്ടേൺ വരാം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ ക്യൂ ഒക്കെ കഴിഞ്ഞ് നല്ല ക്രൗഡുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂവിൽ കയറി. ഇത്രയും ക്രൗഡ് വരുന്നുണ്ട്. അതാണ് എയർകാർഡല്ലേ. സിനിമ അതില് പോവോ? ധൈര്യം ഉണ്ടോ? എങ്ങനെ ഫ്ലൈറ്റിൽ വന്നതാണ്. ഫ്ലൈറ്റില് പുറത്തല്ല, ഇതിന് പുറത്തുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിന് പുറത്തം പൊട്ടി കഴിഞ്ഞാൽ താഴെ പോകും. അതിന് പുറത്തല്ലല്ലോ. എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ ആൾക്കാർ അങ്ങനെ നമ്മള് കേബിൾ കാറിൽ കയറി. ഒരാളതാ ചെറുതായിട്ട് പേടി തുടങ്ങിയിരിക്കുന്നു. പേടി ഇല്ല എന്നുള്ള അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, കുറച്ച് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞു നമ്മള് ഫ്രണ്ടിലുള്ള അതൊരു ഫേസ് കണ്ടാലാണ് നമ്മള് ഇതിന്റെ ഫാസ്റ്റ്. അങ്ങനെ ഇതെന്താ പറയാ, അത്യാവശ്യം ഹൈറ്റിലെത്തി. എനിക്ക് സത്യത്തില് ഒന്നും കാണാത്തോണ്ട് പേടി അറിയുന്നില്ല. എനിക്കതൊരു രസമായി തോന്നി. പേടിക്കാനും ആണ് ബുദ്ധി എന്നറിയില്ല. ആ ബുദ്ധി ഇല്ലാത്ത തിരക്കേടില്ല. അതാറുന്നു അങ്ങനെ ഞങ്ങള് അങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നു ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫൈനലി നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ പിന്നെ എങ്ങനെയുണ്ട് യാത്ര?
ഇത് കോളം കൂടെ കാണാൻ ഒരു പുകട്ടാണെന്ന് അറിയില്ല. എന്തായാലും അടിപൊളി. അങ്ങോട്ട് ബാക്കൊക്കെ കാണുന്നില്ലേ, അത് കൂടെയാണ് ഞങ്ങൾ വന്നത്. അവിടുന്ന് എന്താ പറയാ മൊത്തം കോടം കൂടി കിടക്കുകയാണ്. നേരെ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. എങ്ങനെയുണ്ട്? ഇത് നേരെ വന്ന് ഈ ഇതിൽ വന്ന് നേരെ ഒരു ഷോപ്പിംഗ് മാളിന്റെ അകത്തേക്കാണ് കയറിയിരിക്കുന്നത്. മാളിന്റെ അകത്ത് ക്രൗഡ് തുടങ്ങിയാണ്. എന്തൊക്കെയാ ഉള്ളത്? ഈ യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻജോയബിൾ അല്ലേ? 2 ദിവസമായിരുന്നു തോന്നുന്നു. എന്നും ഇങ്ങനെ കോള ഉണ്ടോ എനിക്ക് അറിയില്ല. സാമ്പാറും ചോറും തിരഞ്ഞെടുക്കണത്. സാധാ ചോറ്. തണുപ്പ് ഫുഡൊക്കെ കഴിച്ച് ഇത്രയും സാധനങ്ങൾക്ക് ആകെ നമുക്ക് $34 ആയിട്ട്. സോറി, അത് ടാക്സ് അല്ല, 65 എക്സ്ട്രാ നമുക്ക് വരുന്നത്. ടാക്സ് അടക്കമാണ് ഈ 34 വരുന്നത്. അപ്പൊ ഗൈസ് ഞങ്ങളങ്ങനെ ടണല് ഏറ്റവും ടോപ്പില്, ഈ മാളിന്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അത് മണാലി പോയപ്പോഴുള്ള തണുപ്പാണോ ഇതാണ് തണുപ്പ്? ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കാഴ്ച കാണിച്ചു തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്, പക്ഷെ എനിക്കെന്നൊന്നും കാണുന്നില്ല. ഏറ്റവും ടോപ്പ് എന്നുള്ള കാഴ്ചയാണ് ഗൈസ്, ഒന്നും കാണില്ല, മൊത്തം കോടയാണ്, മൊത്തം കോട. ഇവിടെ കുറെ മലയാളീസിനെ കണ്ടല്ലേ, എവിടെ ചെന്നാലും മലയാളീസിനെ കാണുന്ന പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ തമിഴന്മാരും മലയാളീസാണ്. മുകളിൽ കയറിയപ്പോൾ ഇഷ്ടംപോലെ മലയാളീസും തമിഴന്മാരെയാണ് കാണുന്നത്. കണക്കുണ്ട് വെരി ഹാപ്പി, വെരി തണുപ്പ്. ചിന്നോ ഇതിനൊക്കെ കാണുമ്പോഴാണ് ചെറുതിനെ കൊടുത്ത് പൊട്ടക്കിണറ്റിലിടാൻ തോന്നുന്നത്. തന്നെ കൊടുത്ത് പൊട്ടക്കിണറ്റിലിട്ടടാ, ഞാൻ കൊറേ കറങ്ങുന്നത്. അത് കണ്ടില്ലേ ന്യൂസ്? കൊറേ ഗേൾസ് റെയിൽവേ സ്റ്റേഷനില് കൊറിയൻകാരെ തെരഞ്ഞ് പോണേ. കുറച്ച് ആൾക്കാരാ, സൂക്ഷിച്ചോ, ഞാനൊക്കെ പോവും. ചീസ് വേണമെന്ന് ചോദിച്ചത് അല്ല, അതിക്ക് ചീസ് വേണം, വേറെ ചീസ് വേണം. ഓ ചീസ് ഡിഷ് വേണം.
അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം, വളരെ നല്ല അഭിപ്രായം. നല്ല കളക്ഷൻ ഉണ്ടോ? നല്ല കളക്ഷൻ ഉണ്ട്. ഇത് എന്റെ ഒപ്പീനിയൻ കാണുന്നുള്ള ബോധമൊന്നുമില്ല. ഈ ഒരൊറ്റ വീഡിയോ മതി. ഓസ്ട്രേലിയയിൽ അത്ര കളക്ഷൻ ഒന്നുമില്ല, പക്ഷെ കളക്ഷൻ ഉണ്ട്. ഡ്രസ്സാ പറഞ്ഞത്, ഡ്രസ് നല്ല കളക്ഷനാണ്. അതെ അതെ. ആടുന്ന ഒരേ മരയുണ്ട്. അപ്പൊ ഗൈസ്, ഇന്ന് ചൊവ്വാഴ്ച ഇവിടെ അവോയ്ഡ് ചെയ്യാൻ ബെറ്റർ. കാരണം കുറെ കാലം ക്ലോസ്ഡ് ആണ്. അതായത് മെയിൻ്റനൻസ് എന്നുള്ള എല്ലാ യൂസ്ഡ് മെയിൻ്റനൻസ് ആണ്. അപ്പൊ കുറെ കാലം ക്ലോസ്ഡ് ആണ്. ഇതെന്താണ് ചിഹ്നം? ഹോട്ടൽ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോസിൽ. അതേപോലെ ഇവിടെ ബോർഡ് എഴുതി വെച്ചത് കണ്ടപ്പോൾ ഇവിടെ എത്ര റൂംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വലിയൊരു ബിൽഡിംഗ് ആണ് തോന്നുന്നത്. സോറി, വലിയൊരു ഹോട്ടലാണത്. അപ്പം നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഒരാളതാ കുനാഫ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ വെയിലെടുക്കാൻ പോണ ഗ്യാപ്പിൽ ഒരാൾ ഇവിടെ കുനാഫ ഒറ്റ കടിച്ചു വേണ്ടി തിന്നത്. മധുരഭാഗം മാത്രം. വേൾഡ് ഫസ്റ്റ് ഹോട്ടൽ ഇൻ മലേഷ്യ. ഇതാണ് നമ്മുടെ വേൾഡ് ഫസ്റ്റ് ഹോട്ടൽ ഇൻ മലേഷ്യ. ഈ ബിൽഡിങ്ങിന്റെ മൊത്തം ഹൈറ്റ് കാരണം നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ നേരത്തെ എടുത്ത റൂഫ് ടോപ്പിലുള്ള ആ വ്യൂവിനാണ് ശരിക്കും ബിൽഡിങ്ങിന് ഹൈറ്റ് കാണാം. പക്ഷെ എന്താ വെച്ചാൽ കോട മൂടിയ കാരണം ഒന്നും നമുക്ക് കാണില്ല. പിന്നെ ഈ ഒരു ഹോട്ടലിൽ 7,000+ റൂംസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. പിന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ എന്താ പറയുക, ഒപ്പം ഉള്ളതാണ് നമ്മൾ ഷോപ്പിംഗ് മാള്, കേബിൾ കാർ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഹോട്ടലിൻ്റെ പാരലലിൽ ഉള്ളതാണ്. ഈ ഹോട്ടലിൻ്റെ വ്യൂ നമുക്ക് എന്തായാലും പുറത്തുനിന്നുള്ള, എനിക്കിതിൻ്റെ ഹൈറ്റ് കാരണം കാണുന്നുണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. ഇതിൻ്റെ പുറത്തുള്ള ഡിസൈൻ എന്താണെന്ന് കാണും, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും ഇവിടെ റൂം എടുക്കണം എന്നുള്ളത് ഞാൻ ഫിക്സ് ആക്കി. ഇവിടെ റൂം എടുത്ത് ഇവിടെ ഒരു 2 days ഇവിടെ സ്റ്റേ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ, മലേഷ്യ വരുമ്പോൾ എന്തായാലും 2 days ഇവിടെ ആയിരിക്കും. അപ്പം ഗായ്സ്, ഇന്നത്തെ ഈ ഒരു വിശേഷം ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തിരിച്ച് ഇനി KL സെൻറ്ററിലേക്ക് പോകണം. കേബിൾ കാറിൽ റിട്ടേൺ ടിക്കറ്റ് എടുത്തുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടുപേരും കേബിൾ കാറിൽ തിരിച്ച് KL സെൻറ്ററിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടുന്ന് കാണാം. അതായത് ഞങ്ങൾ വന്ന ടൈം 2 മണിക്ക് അവിടുന്ന് കയറി കറക്റ്റാണ്. പക്ഷെ അതിന് മുന്നേ വരാനും കറക്റ്റാണ്. ഇവിടെ എന്താന്ന് വെച്ചാല് എല്ലാ ടൈമിലും ഇവിടെ കാണാൻ അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ വന്ന ടൈമിൽ കോടം മൂടിയിട്ട് അത് ഭയങ്കര അടിപൊളിയായി. പിന്നെ ഇവിടെ 6 മണിക്ക് ശേഷം പുറത്തേക്കുള്ള കുറെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. ഇന്ന് എന്തോ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആണ്. ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്ന ഡേ ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ആണ്. പിന്നെ വരുമ്പോൾ എന്തായാലും ഇവിടെയുള്ള സ്റ്റേ ഞങ്ങൾക്ക് മിസ്സായി. ഇത് ഇവിടെ സ്റ്റേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതില് നമ്മള് വയനാട് സ്റ്റേ എന്നുള്ള അതിൻ്റെ ഒക്കെ എത്രയോ ഇരട്ടി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. കോട കാണാൻ സാധാരണ പോകാറ്, കോട ഒന്നും കണ്ടില്ല. എനിക്ക് എന്തായാലും ആ ഒരു എന്താ പറയാ, ആ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കാണാൻ മിസ്സായി. എനിക്ക് വേറൊരു കാര്യം ഭയങ്കര സന്തോഷമായി. നമ്മൾ ആ സൈറ്റിൽ കേബിൾ കാറിൽ അതില് എന്താ 2 ആൾക്കാർ കരയുന്ന കണ്ടില്ല. കേബിൾ കാറിൽ ഞങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന 2 പേരുണ്ട്. അവര് കരയല്ല, അവർക്ക് ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ സ്പീഡ് കൂട്ടുമ്പോൾ അവരെ മുഖത്തിന്റെ എക്സ്പ്രഷൻ മാറുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും തിരിച്ച് ഇറങ്ങിയല്ലേ. കസീനോ ഉണ്ട് ഗൈസ് അവിടെ.
മുകളിലേക്ക് കയറിയ എക്സ്പീരിയൻസ് അല്ല ഈ താഴത്തൊക്കെ ഉള്ളത്. ഇത് ഞാൻ ഈ സൈഡൊക്കെ ഇരുന്നപ്പോഴേ ഇതൊന്ന് ചെരിഞ്ഞു. ഇത് ഈ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു. ഇപ്പൊ ഞാൻ ഈ സൈഡിൽ ഇരുന്നപ്പോ ഇവിടെ വെയിറ്റ് കൂടി, അപ്പൊ ചെരിവ് കൂടി. സംഭവം എന്ന് വെച്ചാല് ഒറ്റ സൈഡിൽ മാത്രമേ സപ്പോർട്ട് ഉള്ളൂ. അപ്പൊ ഇപ്പൊ വെയിറ്റ് ഒരു സൈഡിൽ കൂടുതലാകുമ്പോ അങ്ങനെ ചെരിവ് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ എസ്കലേറ്റർ ഇല്ലേ, ഈ എസ്കലേറ്റർ പോയി നേരെ അങ്ങനെ വന്ന് ആ ടെമ്പിളിലേക്ക് പോവാം. ഞങ്ങൾ ഇതുവരെ ഓക്കെ ചെയ്യുന്നു, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പിന്നെ നമ്മളൊരു കറക്റ്റ് പ്ലാനിങ് ഉണ്ടാക്കുക, എന്നിട്ട് ആ ഒരു ടൈമിന് തന്നെ തിരിച്ചു വരാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നിടത്ത് സീറ്റ് അവൈലബിൾ ഉണ്ടെങ്കിൽ നമുക്ക് അവർ ഒന്നോ രണ്ടോ നാലോ സീറ്റ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിടില്ല. അവരതിന് പകരം ടൈം വൈകിയാൽ പോലും ആ ഒരു ടിക്കറ്റ് എടുക്കാനാണ് നമ്മളെടുത്ത് പറയാം. നമുക്ക് ടിക്കറ്റ് ഇവിടെ എത്തി കഴിഞ്ഞാൽ റിട്ടേൺ ടിക്കറ്റ് നമുക്ക് ടിക്കറ്റ് ഈ വെൻഡർ ഇതിൽ എടുക്കണ്ടേ, ഈ മെഷീനിലാണ് എടുക്കണ്ടേ. നമുക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഏത് സ്ഥലത്തു നിന്നാണ് നമ്മൾ കയറണത്, നമ്മളെ ഉള്ള സ്റ്റോപ്പ് ഇതാണ്. ഇവിടെ കൊടുക്കുക, പ്രസ് ചെയ്തോ, കൊടുത്തില്ലേ. ഇനി നെക്സ്റ്റ് പേജിൽ പോവാം. എന്ത് ചെയ്തത് അത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് പേജിൽ 2 എങ്ങോട്ടാണ് പോകേണ്ടത് കൊടുക്കുക. ഞങ്ങൾക്ക് പോകേണ്ടത് കേരള സെന്റർ ആണ്, അത് ചൂസ് ചെയ്തു. പിന്നെ ഡേറ്റ് ഇതുണ്ട്, ഡേറ്റ് 16 അത് ഇന്നത്തെ ഡേറ്റ് എടുത്തു. ഇപ്പോൾ 7:30 ഉണ്ട്, അത് നമ്മൾ ചൂസ് ചെയ്തു, കൺഫേം കൊടുത്തു. അപ്പോൾ ബസ്സിൻ്റെ ഇത് കാണിച്ചു തന്നു. അപ്പോൾ ഇതിൽ ഫുള്ളാണ്, ഇതിൽ സീറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്ത ടൈം പോയി നോക്കുക, ബാക്ക് പോവാ, അടുത്ത ടൈം നോക്കുക. ഞങ്ങൾക്ക് കിട്ടിയത് 8 മണിക്കാണ്. ഞാൻ 8:30 ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ ചൂസ് ചെയ്തു, അതിലും ഫുള്ളാണ്. അപ്പോൾ ബാക്കൊക്കെ പോവാം. ഇവിടെയും ഫുള്ള് കാണിക്കുന്നുണ്ട്, ഇവിടെ ഫുള്ള് കാണിക്കുന്നുണ്ട്. പിന്നെ 10:30 ഉള്ളത്. 10:30 കൺഫേം കൊടുത്തു. എത്ര പേരുണ്ടെന്ന് കൊടുക്കുക. ഞാൻ 2 പേരെന്ന് കൊടുത്തു, കൺഫേം കൊടുത്തു. ഓക്കെ, സീറ്റ് അവൈലബിൾ ഇതാണ്. ഇതും സീറ്റ് അവൈലബിൾ ആണ്. അവിടെ കൺഫേം എന്ന് കൊടുത്തു. അപ്പോൾ കേബിൾ കാർ ടിക്കറ്റ് വേണോ വേണ്ടോ നോ കൊടുത്തു, കൺഫേം എന്ന് കൊടുത്തു. പിന്നെ ടിക്കറ്റിന് പേ ചെയ്യേണ്ടത് 20 റിംഗറ്റാണ് പേ ചെയ്യേണ്ടത്. അത് നമ്മൾ കാര്യങ്ങളെല്ലാം കൺഫേം ആക്കി, സീറ്റ് കാരണം കൺഫേം ആക്കിയതിന് ശേഷം ഇവിടെ ക്യാഷ് ഓൺലി ആണ്. ക്യാഷ് ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ ക്യാഷ് കയ്യിൽ കരുതണം. പ്ലസ് ഈ ടൈമിൽ കാരണം ചെക്ക് ചെയ്യുക, നമ്മളുള്ള സ്റ്റോപ്പ് ഇതാണെന്ന് മനസ്സിലാക്കുക, നമുക്ക് പോകേണ്ട സ്റ്റോപ്പ് സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക 10 മണി 11 മണിക്ക് റിട്ടേൺ ടിക്കറ്റ് കിട്ടുള്ളൂ. അതും ചാൻസ് ഇല്ല, ടിക്കറ്റ് ഫുള്ളാണെന്നുള്ളത് കാണിച്ചു തരും. അപ്പം എന്തായാലും ഞങ്ങൾ ബസ് ഉള്ള സ്ഥലത്തേക്കൊന്ന് പോയി നോക്കട്ടെ. അതിന് മുന്നേ വരുന്ന ബസ്സിൽ ഏതായാലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കയറാം.